സഹപ്രവർത്തകരെ, KGHAയുടെ 50ാമത് വാർഷികവും സുവർണ ജൂബിലി ആഘോഷവുമാണ് ഇന്നിവിടെ നമ്മൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും നമ്മുടെ സഹപ്രവർത്തകർ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സമ്മേളന പരിപാടികളുടെ ആദ്യത്തെ നിലവെന്ന് പറയുന്നത് പതാക ഉയർത്തലാണ്. ഈ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന പതാക ഉയർത്തുന്നതിന് വേണ്ടി KGHAയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ സുരേഷ് ഇടുക്കിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഭാരവാഹികളായിട്ടുള്ള ബഹുമാന്യ വ്യക്തികളെ, ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സംഘടനയുടെ പ്രവർത്തകരെ, പ്രിയമുള്ള പ്രതിനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, നിങ്ങളുടെ സംഘടനയുടെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് എനിക്ക് കിട്ടിയ അവസരം ഒരു വലിയ ബഹുമതിയായിട്ട് ഞാൻ കാണുകയാണ്. നിങ്ങളുടെ ന്യായമായ എല്ലാ വിഷയങ്ങളിലും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ ഉത്തരവാദിത്വം എല്ലാവരുടെയും അനുമതിയോടുകൂടി വളരെ അഭിമാനപൂർവ്വം, അതിലേറെ സന്തോഷപൂർവ്വം കേരള ഗവൺമെന്റ് ഹോമിയോ എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനവും അതിലും പ്രധാനമായിട്ടുള്ള സുവർണ ജൂബിലി ആഘോഷവും സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പേപ്പറാണ് ഇതുവരെ പാസ്സായില്ല. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കുറെ പേര് പറഞ്ഞിരുന്നു. അപ്പൊ ഈ വിളിക്കുന്നവരുടേത് ഞാൻ എടുത്ത് ശരത്തിന്റെ അടുത്ത് ഇന്ന ആൾ ഇന്ന ജില്ലയിൽ നിന്ന് വിളിച്ചു, അത് ചെയ്തു കൊടുക്കണം, അങ്ങനെ പറഞ്ഞ് കുറച്ച് ചെയ്യിച്ചു തുടങ്ങിയെങ്കിലും പിന്നെ ഒരു ഫയൽ അദാലത്തും കൂടെ വന്ന സമയത്ത് വളരെ സമയബന്ധിതമായിട്ട് നിങ്ങളുടെ അതുവരെ പെൻഡിംഗ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. പ്രൊബേഷൻ ആയാലും ഗ്രേഡ് ആണെങ്കിലും എല്ലാം ഒന്നും പെൻഡിംഗ് ഇല്ലാത്ത രീതിയിൽ തീർപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊമോഷനും ട്രാൻസ്ഫറൊക്കെ നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതൊക്കെ നടത്തി. എനിക്ക് സത്യത്തിൽ അതിൽ വരുന്നൊരു കുറെ പേര് നേരത്തെ അഡ്വാൻസ് കോപ്പി തരും ട്രാൻസ്ഫർ ഒക്കെ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ പ്രൊമോഷൻ ആകുമ്പോൾ ഇന്ന സ്ഥലത്ത് കൺവീനിയന്റ് ആയിട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് തരാറുണ്ട്. അല്ലാതെ ഉള്ള റിക്വസ്റ്റുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് പേപ്പർ മാത്രമേ കയ്യിൽ വരുന്നുള്ളൂ. നിങ്ങളെ ആരെയും തന്നെ നമുക്കറിയത്തില്ല. ഇതൊന്നും ഇല്ലാതെ ഒരാളെ ഒരു സ്ഥലത്തോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. കാരണം ഈ നമ്മൾ എടുത്തു വെക്കുന്ന ആ സ്ഥലം ഈ കിട്ടുന്ന ആൾക്ക് അത് കൺവീനിയന്റ് ആണോ അല്ലേ? മാത്രമല്ല, ഈ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയുടെ പേരിട്ടത് ഇരിഞ്ഞാലക്കുട ഡിസ്പെൻസറിയിലെ ശ്രീ സിറാജിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. അതും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഹോമിയോപ്പതി വകുപ്പ് നിലവിൽ വന്നിട്ട് കുറെ വർഷങ്ങളായി. നമുക്കറിയാം, 1957 തോന്നുന്നു ആദ്യത്തെ ഹോമിയോ ഡിസ്പെൻസറി തിരുവനന്തപുരത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഇവിടെ ആശംസ അർപ്പിക്കാൻ വിളിച്ചതുപോലെ തന്നെ എന്റെ പേര് ദിവ്യ, KGHPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ എന്ന ഹോമിയോ ഡിസ്പെൻസറിയിലെ ഫാർമസിസ്റ്റാണ് ഞാൻ.